കാർഷിക വാർത്തകൾ. കേരളത്തിൽ കൊപ്ര വിലയിൽ വർധന. പച്ചത്തേങ്ങയുടെ ലഭ്യത ഉയർന്നു. പ്രതീക്ഷ നൽകി റബ്ബറും ജാതിക്കയും. അതേസമയം കുരുമുളകിന് വില ഇടിഞ്ഞു. നാളികേരോൽപ്പന്ന വിപണിയിൽ വിലക്കയറ്റം. മകരസംക്രാന്തി പ്രമാണിച്ച് തമിഴ്നാട് വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. അയൽ സംസ്ഥാനത്തു നിന്നുള്ള എണ്ണവരവ് ചുരുങ്ങിയതിനിടയിൽ കേരളത്തിൽ കൊപ്ര 100 രൂപ വർദ്ധിച്ച് 15,100 രൂപയായി. കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 22,500 രൂപയായി ഉയർന്നു. കൊപ്രയാട്ട് മില്ലുകാർ ഉയർന്ന വിലയ്ക്ക് സ്റ്റോക്ക് എണ്ണ വിറ്റുമാറുകയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നാളികേര വിളവെടുപ്പിന് പ്രാരംഭം കുറിച്ചതിനാൽ ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള പച്ചത്തേങ്ങ നീക്കം ശക്തിയാർജിക്കുമെന്നാണ് മില്ലുകാരുടെ വിലയിരുത്തൽ. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യവസായികളും ജാതിക്ക വിപണിയിൽ താൽപര്യം കാണിച്ചു. വില ഉയർത്തി ചരക്ക് സംഭരിക്കാൻ ഉത്തരേന്ത്യൻ കറി മസാല വ്യവസായികളും ഔഷധ നിർമ്മാതാക്കളും ജാതിക്ക ശേഖരിക്കാൻ രംഗത്തിറങ്ങി. മുഖ്യ വിപണികളിൽ ജാതിക്ക വരവ് ശക്തമല്ല. ഹൈറേഞ്ചിൽ ജാതിക്ക കിലോ 350 മുതൽ 370 രൂപയിൽ വരെ വിപണനം നടന്നു. കാലടിയിൽ ജാതിക്ക തൊണ്ടൻ കിലോ 280 രൂപ മുതൽ 320 രൂപ വരെയും ജാതിപ്പരിപ്പ് 650 മുതൽ 675 രൂപ വരെയും വ്യാപാരം നടന്നു. രാജ്യാന്തര തലത്തിൽ ഇന്തോനേഷ്യ കുരുമുളക് വില ഉയർത്തി. വിയറ്റ്നാമിലെ ചരക്ക് ക്ഷാമത്തെ തുടർന്ന് ചൈനീസ് വ്യവസായികൾ ഇന്തോനേഷ്യയിലേക്ക് തിരിഞ്ഞതാണ് കുരുമുളക് വിപണി ചൂടുപിടിക്കാനിടയാക്കിയത്. ഇന്തോനേഷ്യയിൽ വിളവെടുപ്പ് ജൂലൈയിലാണ്. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനം കുറഞ്ഞതിനാൽ കർഷകരുടെയും കരുതൽ ശേഖരം ചുരുങ്ങിയതായാണ് സൂചന. ചൈനീസ് ഡിമാൻഡ് മങ്ങിയത് വിയറ്റ്നാം കുരുമുളക് വില കുറയാൻ ഇടയാക്കി. 2016 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് ഉൽപ്പന്ന വില കഴിഞ്ഞ വാരം ഉയർന്നിരുന്നു. വിയറ്റ്നാമിലെ തളർച്ചയുടെ ചുവടുപിടിച്ച് കൊച്ചിയിൽ കുരുമുളക് വില ക്രിസ്തുമസിന് ശേഷം ആദ്യമായി ഇന്ന് 100 രൂപ കുറഞ്ഞ് ഗാർബിൾഡ് കുരുമുളക് 66,600 രൂപയായി. ജപ്പാൻ, ചൈന, സിംഗപ്പൂർ വിപണികളിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ തിരിഞ്ഞത് റബ്ബറിന് അനുകൂലമായിട്ടുണ്ട്. ബാങ്കോക്കിൽ റബ്ബർ വില ക്വിന്റലിന് 242 രൂപ ഉയർന്ന് 20,959 രൂപയായി. ചക്രവാത ചുഴിയെ തുടർന്ന് സംസ്ഥാനത്ത് ചെറിയ തോതിൽ മഴ ലഭ്യമായത് റബ്ബർ മേഖലയ്ക്ക് ആശ്വാസം പകരും. ഉയർന്ന പകൽ താപനില മൂലം പല ഭാഗങ്ങളിലും മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ചുരുങ്ങുന്നത് ഉൽപ്പാദകരെ ആശങ്കയിലാക്കിയിരുന്നു. RSS 4ാം ഗ്രേഡ് റബ്ബർ 19,200 രൂപയിലും 5ാം ഗ്രേഡ് 18,800 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചു. തെലങ്കാനയിലെ നിസാമാബാദിലാണ് മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം. മഞ്ഞൾ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തുകയാണ് ലക്ഷ്യം. രാജ്യത്ത് മഞ്ഞളും മഞ്ഞൾ ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്നതിനും വളർത്തുന്നതിന്റെയും ഭാഗമായാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ടർമറിക് ബോർഡിന് തുടക്കമിട്ടിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും മഞ്ഞൾ കയറ്റുമതി $1 ബില്യൺ കടക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പ്രധാന മഞ്ഞൾ കേന്ദ്രങ്ങളിലൊന്നായ വടക്കൻ തെലങ്കാനയിലെ നിസാമാബാദിൽ മഞ്ഞൾ ബോർഡിന്റെ ഓഫീസ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞൾ മേഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്പൈസസ് ബോർഡുമായും മറ്റ് സർക്കാർ ഏജൻസികളുമായും ചേർന്നായിരിക്കും മഞ്ഞൾ ബോർഡ് പ്രവർത്തിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞൾ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയ ഉപഭോക്തൃ കയറ്റുമതി രാജ്യവുമായ ഇന്ത്യ 3.24 ലക്ഷം ഹെക്ടറിൽ മഞ്ഞൾ കൃഷി ചെയ്യുകയും 11.61 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോള മഞ്ഞൾ ഉൽപാദനത്തിന്റെ 4/4 ഇന്ത്യയുടെ സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നന്ദിനിയും ചായ് പോയിന്റും കൈകോർക്കുന്നു. മഹാകുംഭമേളയിലൂടെ ഏറ്റവും കൂടുതൽ ചായക്കപ്പുകൾ വിറ്റഴിച്ച സംരംഭമെന്ന നേട്ടം സ്വന്തമാക്കുകയാണ് ലക്ഷ്യം. ഫെബ്രുവരി 26 വരെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കായി ചായ് പോയിന്റുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണാടക മിൽക്ക് ഫെഡറേഷൻ. 1 കോടിയോളം ചായകൾ വിറ്റഴിക്കാനുള്ള നേട്ടത്തിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കുകയാണ് ഇതിലൂടെ നന്ദിനി ബ്രാൻഡ് ലക്ഷ്യമിടുന്നത്. ചായയ്ക്കു പുറമെ മധുര പലഹാരങ്ങളും മിൽക്ക് ഷേക്കുകളും ഉൾപ്പെടെയുള്ള മറ്റ് നന്ദിനി ഉൽപ്പന്നങ്ങളും ചായ് പോയിന്റ് വാഗ്ദാനം ചെയ്യും. ബംഗളൂരുവിൽ വേ പ്രോട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഇഡ്ഡലി, ദോശ ബാറ്ററുകൾ പുറത്തിറക്കിയതിലൂടെ KMFന്റെ വേ പ്രോട്ടീൻ വിപണിയിലേക്കുള്ള സമീപകാല പ്രവേശനത്തെ തുടർന്നാണ് ഈ സഹകരണം. 2 വർഷത്തിനുള്ളിൽ പ്രതിദിനം 10 ലക്ഷം ലിറ്റർ വിൽപ്പന ലക്ഷ്യമിട്ട് KMF ഡൽഹി വിപണിയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യ എണ്ണ ഉപഭോഗ രീതിയെക്കുറിച്ച് കേന്ദ്ര കൃഷി മന്ത്രാലയം സർവേ നടത്തുന്നു. രാജ്യം ഭക്ഷ്യ എണ്ണയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോം വഴിയാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ആദ്യമായി ഭക്ഷ്യ എണ്ണയെക്കുറിച്ച് സർവേ നടത്തുന്നത്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ആവശ്യാനുസരണം വിളകൾ കൃഷി ചെയ്യാനും രാജ്യം ഭക്ഷ്യ എണ്ണയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സർവേ. ഈ മാസം 9 ആരംഭിച്ച സർവേ ഫെബ്രുവരി 23 അവസാനിക്കും. കഴിഞ്ഞ ഒക്ടോബറിലാണ് 10,103 കോടി രൂപയുടെ ദേശീയ ഭക്ഷ്യ എണ്ണ ദൗത്യത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടത്. അടുത്ത 6 വർഷത്തിനുള്ളിൽ എണ്ണക്കുരു വിളകളുടെ ഉൽപാദനം 69.7 ദശലക്ഷം ടണ്ണായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്.
ഏത് പാചക എണ്ണയാണ് ഒഴിവാക്കേണ്ടതെന്നും ആരോഗ്യകരമായ എണ്ണയ്ക്ക് കൂടുതൽ പണം നൽകാൻ തയ്യാറാണോ എന്നതടക്കമുള്ള വിവരങ്ങൾ സർവേ വിശകലനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ സോയാബീൻ കയറ്റുമതിയിൽ നേരിയ വർധന. ജർമ്മനി, നെതർലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഡിമാൻഡ് ഉയർന്നതാണ് കാരണം. ജർമ്മനി, നെതർലാൻഡ്സ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന ഡിമാൻഡ് കാരണം ഡിസംബറിൽ സോയാബീൻ കയറ്റുമതി നേരിയ തോതിൽ ഉയർന്ന് 2.77 ലക്ഷം ടണ്ണിലെത്തി. 1% വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2.74 ലക്ഷം ടൺ സോയാബീനാണ് കയറ്റുമതി ചെയ്തത്. ആഭ്യന്തര കന്നുകാലിത്തീറ്റ മേഖലയുടെ ഉപഭോഗം 5.5 ലക്ഷം ടണ്ണായി തുടരുകയാണെന്ന് വ്യാപാര സംഘടനയായ സോയാബീൻ പ്രോസസേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024-25 ഒക്ടോബർ മുതൽ ആരംഭിച്ച എണ്ണ വർഷത്തിലെ മൊത്തം കയറ്റുമതി ഒരു വർഷം മുമ്പത്തെ 6.59 ലക്ഷം ടണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ 21% കുറഞ്ഞ് 5.18 ലക്ഷം ടണ്ണായി. ലോകവിപണിയിൽ ഇന്ത്യൻ സോയാബീൻ എണ്ണയുടെ വിലയേറിയതാണ് പ്രധാന കാരണം. ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് കയറ്റുമതി കാര്യമായ കുറവ് രേഖപ്പെടുത്തിയത്. ഡിസംബറിൽ ഇന്ത്യൻ സോയാബീൻ ഏറ്റവും കൂടുതൽ വാങ്ങിയത് ജർമ്മനിയാണ്. നെതർലാൻഡ്, ബംഗ്ലാദേശ്, ഫ്രാൻസ് എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 192, RSS 5 188, ലാറ്റക്സ് 137, ജാതിക്ക 380, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 240, കൊക്കോ പരിപ്പ് 750, കുരുമുളക് ഗാർബിൾ 66,600, കുരുമുളക് അൺഗാർബിൾ 64,600, ഏലക്ക 3000 മുതൽ 3100 വരെ, വെളിച്ചെണ്ണ 22,400, കൊപ്ര 17,400, ചുക്ക് 32,500.